Hello viewers, Namaste, welcome back to WinTrader. ഇന്നത്തെ വിൻട്രേഡിൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മോർണിംഗ് മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ്. അതും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയും കാണിക്കാം, അതിൻ്റെ ഇടയ്ക്ക് നിഫ്റ്റിയും കാണിക്കാം. അപ്പം ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് 16 ഡിസംബർ ഫ്രൈഡേ മാർക്കറ്റാണ്. ഇപ്പോൾ ഒരു 10:55 12 ആകുന്നില്ല. അപ്പം നമുക്ക് അതിനുള്ളിൽ തന്നെ മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായി. അപ്പം അത് ഇന്നത്തെ ഞാൻ കാണിക്കുവാണ്. ഇപ്പം 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഫുൾ ഡൗണിലോട്ട് തന്നെയാണ്, കണ്ടിന്യൂ വിത്ത് ഡൗൺ ട്രെൻഡ്. അപ്പം ഇന്നലെ ആണെങ്കിൽ നമ്മൾ നോക്കാം, ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്കും 15 ഡിസംബറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 14th വന്ന സെല്ല് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഇവിടെ ആ സപ്പോർട്ടിലുള്ള ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് നല്ലൊരു രീതിയിൽ ഇറങ്ങി. അപ്പം നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ട, കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മുടെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിൽ പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. ഇന്നും അതായത് 3 ദിവസമായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് പുട്ടിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്പല്ലായിരുന്നു. ഇപ്പം നോക്കിയാൽ നമുക്ക് ഈ വെർട്ടിക്കൽ ലൈനില്ലേ, ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പം അതിങ്ങനെ കണ്ടിന്യൂ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. മെഗിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഒന്ന് കയറിയായിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിലാണ് നമ്മുടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തത്. അപ്പം അവിടെ മാർക്കറ്റ് നിൽക്കുന്ന റേറ്റ് നോക്കുക. നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഡയറക്റ്റ് സിഗ്നലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് ഡയറക്റ്റ് എടുക്കുക. ഇവിടെ ഒരു സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത്, കാരണം ഇത് കണ്ടിന്യൂഷൻ ആയതാണ് പറഞ്ഞത്. കണ്ടിന്യൂഷൻ സിഗ്നലിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിൽ നിന്ന് നേരെ ഞാനിപ്പോൾ കാണിക്കുന്ന ഇന്ദമണിയുടെ ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ നേരെ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിൽ നിന്ന് ഒരു 200 പോയിന്റിൽ ഇന്ദമണി എടുക്കുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് നോക്കിയാൽ ഇവിടെ നമ്മുടെ ബ്ലൂ സ്റ്റാർ ആണ് സപ്പോർട്ട് ചെയ്യുന്ന ലെവൽ. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ നമുക്ക് മാനുവലായിട്ട് മാറ്റാവുന്ന, ഏത് ഇൻഡിക്കേറ്ററിൻ്റെ കളർ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് അവിടെ ബ്രേക്ക് ഔട്ട് വന്നത്. അപ്പോൾ മാർക്കറ്റ് നിന്നത് 43,300 സംതിങ്ങിലാണ് നിന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഞാൻ 43,500 എടുത്ത് വെച്ചിട്ടുണ്ട്. 43,500 ഇന്നത്തെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണിത്. അവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. രാവിലെ ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബൈ വന്നിട്ട് നോക്കി അത് ഇറങ്ങിപ്പോയി മാർക്കറ്റ്. അതാണ്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ആ ടൈമിൽ നോക്കണ്ടായിരുന്നു. ഇവിടെ രാവിലെ നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മളെടുത്ത പുട്ട് കയറാൻ തുടങ്ങിയത്. ഈ ഒരു ലെവൽ അവിടെ ആ ഒരു ടൈമിലാണ് നമുക്ക് ഇവിടുന്ന് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ എന്ന് വെച്ചാൽ പ്രൈസ് വരുന്നത് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ലെവലിലാണ് അവിടെ ബ്രേക്ക് ഔട്ട് വന്നത്. അതായത് ഓപ്പൺ ആയത് 382 എന്ന റേറ്റിലാണ്, ഓപ്പൺ ചെയ്ത് 382. അപ്പം നമുക്ക് കിട്ടുന്ന 400 സംതിങ് വരെ മാർക്കറ്റ് കേട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ആ നിൽക്കുന്ന റേറ്റിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന റേറ്റിൽ നിന്നാണ് നമുക്ക് ഇത് 382 അല്ല. അപ്പം നമ്മുടെ ട്രേഡിംഗ് ടേമിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 382 ആ 5 മിനിറ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് ഏതാണ്, ആ പ്രൈസിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അവിടെ നിന്ന് നിങ്ങളൊരു 50-20 പോയിന്റ്സ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തേക്കുക. ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഇപ്പോൾ നമ്മൾ 382 കയറിയെങ്കിൽ തന്നെ ഇവിടെ ഹൈ കാണിക്കുന്ന വെച്ചാൽ 494 വരെ കയറിയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ഞാനൊരു മിനിമം പ്രോഫിറ്റാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓപ്ഷനിൽ നല്ല രീതിയിൽ, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ഓപ്ഷൻ എപ്പോഴും റിസ്ക് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ളൂ, അതേപോലെ റിസ്ക് അവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളത് മുന്നിൽ കണ്ടിട്ട് വേണം ഇതിനകത്ത് ട്രേഡിൽ ചെയ്യാൻ വേണ്ടിയത്. കാരണം നമ്മൾ ആ ഒരു മൂമെൻറ്റ് കാണുമ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ആ പ്രോഫിറ്റ് ഇനിയും കിട്ടുമെന്ന്. പക്ഷേ റിസ്ക് ഈസ് ഓൾവേസ് ദെയർ. അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം ഇതിനകത്ത് പോയിന്റ്സ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ. ഡയറക്റ്റ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നല്ല മൂവ്മെൻറ്റ് വരുമ്പോൾ എല്ലാ ടാർഗറ്റും അടിച്ച് റീ എൻട്രി ഒക്കെ അടിച്ച് പോകും. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു റിസ്ക് ഫാക്ടർ മുൻപിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് തന്നെ നമുക്ക് ആ കിട്ടുന്ന പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ 494 നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് രാവിലെ തന്നെ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 12 മണി ആകുന്നേ ഉള്ളൂ. മോർണിംഗിൽ തന്നെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ 50-20 പോയിന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കാരണം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റി ഇവിടുന്നാണ്. കാരണം നമ്മൾ നോക്കുന്നത് എപ്പോഴും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിഫ്റ്റി വരുന്ന ആ ബ്രേക്ക് ഔട്ട് ഇല്ല, ആ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കുന്ന പുട്ടും കയറാൻ തുടങ്ങത്തുള്ളൂ.
അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. നമുക്കിവിടെ ബൈ രാവിലെ വന്നിട്ടുണ്ടെങ്കിലും ആ ബൈന്ന് കയറിയിട്ടില്ല മാർക്കറ്റ്, ചെയ്തത്. ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ആ നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റിയിൽ ബ്രേക്കൗട്ട് വന്ന സമയത്താണ് നമ്മളെടുത്ത പുട്ട് കയറാൻ തുടങ്ങിയത്. ഉണ്ടായിരുന്നു അവിടുന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് കയറി ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ഇപ്പോഴും ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മാർക്കറ്റ് ഇന്നും ഡൗണിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഞാനിപ്പോൾ ഇന്തമണി പറയുകയാണെങ്കിൽ അഡ്ഡമണിയിൽ എടുക്കണമെങ്കിൽ അഡ്ഡമണി നമ്മൾ അതൊക്കെ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അഡ്ഡമണിയാണെങ്കിൽ നമുക്ക് നേരെ 43,300 തന്നെ എടുക്കാമായിരുന്നു. ഔട്ട് ഓഫ് ദ മണിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഏത് സ്ട്രൈക്ക് എടുക്കുന്ന നിങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അത് ഇന്തമണി അഡ്ഡമണി ഔട്ട് ഓഫ് ദ മണി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻസ്. നമ്മളിവിടെ എടുക്കുന്ന ഇന്തമണി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എടുക്കുന്ന ഇന്തമണിയിലായതുകൊണ്ടാണ്, നമ്മളിവിടെ ട്രേഡ് എടുക്കുന്ന ഇന്തമണിയിലായതുകൊണ്ടാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അത് തന്നെയാണ്, സെല്ല് കണ്ടിന്യൂ ആണ്. നമുക്കത് ബ്രേക്കൗട്ട് വന്ന വെച്ചാൽ 18,400 സംതിങ്ങിലാണ് നമുക്കത് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ നാം 18,600 എടുത്തിട്ടുണ്ട്. 18,600 കണ്ട ബൈ കണ്ടിന്യൂ ആണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് എടുക്കാമായിരുന്നു. കാരണം ഇവിടെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അപ്പോൾ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ 245.60 ഓപ്പൺ ചെയ്തിട്ട് 263 വരെ ആ ഒറ്റ ക്യാൻഡിൽ പോയിട്ടുണ്ട്. 245 263. അതിനിടയ്ക്ക് നമുക്ക് മാർക്കറ്റ് കിട്ടുന്ന ഏത് പ്രൈസാണ് ആ പ്രൈസിലാണ് നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എന്തായാലും രാവിലെ പുട്ടെടുത്ത എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നോക്കി അത് കയറിയിരിക്കുന്നത് വെച്ചാൽ 333 വരെ കയറിയിട്ട് ഇപ്പോൾ 294 പ്രൈസ്. അപ്പോൾ ഈ ഓപ്ഷനിൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രേഡിങ് ആണ് ഓപ്ഷൻ ബൈ എന്ന് വെച്ചാൽ. പക്ഷേ എപ്പോഴും റിസ്ക് ഉണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ മോർണിംഗിൽ തന്നെ ഏറ്റവും നല്ലൊരു ബിസിനസ് കൂടിയാണോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏതൊരു ബിസിനസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ട്രേഡിംഗ് മേഖല. അപ്പം പക്ഷേ അതുപോലെ ഗ്യാംബ്ലിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 101% നിങ്ങൾ കിട്ടുന്ന എല്ലാം അതിലോട്ട് തന്നെ എന്താണ് ലോസിൽ തന്നെ പോകും. ഇതിൻ്റെ ഒരു ഗ്യാംബ്ലിംഗ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. നമ്മൾ ആ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് 101% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഏതൊരു ബിസിനസ്സിനെക്കാളും നല്ലൊരു ബിസിനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു മണി മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കുന്ന പൈസ അതുപോലെ തന്നെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് 3:30 വരെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ 3:30 വരെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഇത്രയും ടൈമിനുള്ളിൽ വേറെ ഏതൊരു ബിസിനസ്സിലുണ്ടാവും ഇത്രയും ഒരു ടൈമിനുള്ളിൽ നമുക്ക് ആ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് നമ്മുടെ ഫ്രീ ടൈമാണ് 3:30 വരെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 100% നമ്മൾ ഒരിക്കലും ഒരു വീഡിയോസിനും പറയാറില്ല. 80 to 90% അതെന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ചത് ലൈവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യും. എൻ്റെ പേര് ഗംഗ എന്നാണ്. വിളിക്കാൻ നമ്പർ 9061973737. ഈ നമ്പറിൽ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. കോൾ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇടാം. അപ്പം ഇതിനെക്കുറിച്ച് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അപ്പോൾ ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് മേ ബി മൺഡേ ആയിരിക്കും. ഞാൻ ഇന്ന് എടുത്തത് 16th ഡിസംബറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.